ഇതുപോലെ നിങ്ങളുടെ മുടി വളർച്ച കൂട്ടിയെടുക്കണോ? വെറും 1 മാസം കൊണ്ട് സാധിക്കും. എന്താണ് സംഭവം എന്ന് പറയാൻ ഒരു ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓയിലിന് നമുക്ക് വേണ്ട കാര്യം മീഡിയം വലിപ്പത്തിലുള്ള 2 അലവേറയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില വേണം, കൊച്ചുള്ളി ഒരു 6 7 എണ്ണം വേണം, പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് വേണം, റോസ്മേരി 1 പിടി വേണം, പിന്നെ നമുക്ക് ഉലുവ 2 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് കരിഞ്ജീരകം വേണം, അത് 2 ടേബിൾ സ്പൂൺ. ഈ അലവേറയുടെ തണ്ടാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും നമ്മുടെ കൊച്ചുള്ളി ആണെങ്കിലും കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ച് അതിൻ്റെ വെള്ളം മയം മാറ്റിയിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഈ റോസ്മേരി നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നുമൊക്കെ മേടിക്കാൻ സാധിക്കും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാം. അത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും പെട്ടെന്നാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി വളർച്ച ഉണ്ടാകുന്നത്. എന്തായാലും ഞാൻ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ഇനി ഇത് അടുപ്പത്ത് ഒരു പാത്രം, ഞാനൊരു ചെറിയൊരു നോർമലായിട്ടുള്ള ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആണെങ്കിൽ വളരെ നല്ലതാണ്. അതിൽ ആ ഒരു വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു അരച്ചു വെച്ചിരിക്കുന്നത്, അതായത് ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കണം. ഇത് അടുക്കി പിടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതിനകത്ത് ആ ഒരു വെള്ളമെല്ലാം പറ്റി അടുക്കി പിടിക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ ഓയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇളക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കി പിടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമയമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 450 ml ഓയിലാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണ. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്തത് ഇവിടെ ഇങ്ങനെ കട്ടകിരിക്കുന്നത്, ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കട്ടകിരിക്കുന്നത്. അതായത് തണുപ്പ് മാറി വന്ന് ഇപ്പം കുറച്ചൊക്കെ ഉള്ളു തണുപ്പ്. അതിനുശേഷം നല്ല പോലെ ഇത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ ഒരു നമ്മളെടുത്ത് ആ ചതച്ച് വെച്ച സംഭവത്തിൻ്റെയൊക്കെ കളർ അങ്ങ് ചേഞ്ച് ആവും. അന്നേരം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾ കാണുന്നത് ഈ രീതിയിലായിരിക്കും. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യണം. തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ഓയിൽ കണ്ടോ, ഈ ഒരു കളറിലായിട്ട് നമ്മുടെ ഓയിൽ കിട്ടും. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. 3 മാസം വരെയും നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ, അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന അതെല്ലാം നമ്മളെടുത്ത് ആ ചതച്ചതെല്ലാം കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം. സംഭവം കിടുവാണ്. ഓയിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ടിൽ, സ്കാൽപ്പിൽ പറ്റി റൂട്ടിൽ കയറുന്ന രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നാലേ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും